ഹായ്! എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് ഞാൻ അവിൽ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അവിൽ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് രണ്ടാം പാല്, തേങ്ങാപ്പാലാണ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1½ കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്ത് വച്ചിട്ടുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ 2-3 ടേബിൾ സ്പൂൺ നെയ്യുമാണ് എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഇതുപോലെ ഒരു ഉണക്ക തേങ്ങ എടുക്കുക. അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വാർത്തെടുക്കാം. കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാർത്തെടുത്തതിന് ശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉണക്ക തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നെയ്യിൽ വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാത്രത്തിൽ അതേ നെയ്യിൽ തന്നെ ബാക്കിയുണ്ടായിരുന്ന നെയ്യിൽ തന്നെ ഞാൻ ഈ 2 കപ്പ് അവിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. അവിലിപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ശർക്കരയിൽ അവിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. കണ്ടോ, ഇതുപോലെ അവിൽ ശർക്കരയും നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്
നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തിളച്ച ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരിക്കും തോറും കട്ടിയാകാൻ തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. വീട്ടിൽ കുറച്ച് അവിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പായസമാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിഷു ആശംസകൾ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.